ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു റൈഡിൻ്റെ ഭാഗമായി ഞാനും സുധിച്ചാണ്. സുധിച്ചേട്ടാ ഹായ് പറയൂ. ഹായ്. ഞങ്ങൾ മൂന്ന് വണ്ടി ഉണ്ട്, ബാക്കി 2 പേരോടെ ഉണ്ട്. മൊത്തം 5 പേരായിട്ടുള്ളതാണ് നമ്മൾ ട്രിപ്പ് നിന്ന് പ്ലാൻ ചെയ്തേക്കണേ. അവർ ബാക്കിയുള്ളൊരു പയ്യെ ജോയിൻ ചെയ്തോളും. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ നമ്മൾ എവിടെയാണ് വന്നേക്കണേ സുധിച്ചേട്ടാ? വലകെട്ടി ഹിൽസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വരാട്ടുമേട് പോവും. വരാട്ടുമേട് പോയിട്ട് നമ്മളവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് വെയിൽ, അവിടെ നിന്ന് വെയിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ മൂന്നാർക്ക് പോകാനാണ് പ്ലാൻ. അതായത് നമ്മളെ ടെൻ്റൊക്കെ വാങ്ങിയെടുത്തിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. വയനാട് ഒരു വട്ടം കൊണ്ടുപോയിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളന്ന് റൂം എടുത്ത് വയനാട് ഊട്ടി പോയ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിനെ മനസ്സിലാവും. നല്ല മഴയായിരുന്നു, ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ നിന്ന് കുറേ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ മുകളിൽ പോയി കണ്ടാലാണ് നമുക്ക് ഇത്തിരി എന്താ പറയുക, ഇത്തിരി നല്ലത് കാണാൻ. മുകളിൽ സൂചിച്ചേട്ടാ ഓക്കെ. നമ്മൾ ഒരു RTR-ഉം ഒരു ഹിമാലയനും പിന്നെ സൂചിച്ചാണ്ട് പുലിക്കുട്ടി, പിന്നെ ഇനി 2 പേര് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അവരെ വണ്ടി ഒരു ഹിമാലയനും ഒരു എക്സ്പൾസും വരുന്നുണ്ട്. അവർ വരാട്ടുമേട് ആയിരിക്കും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ടെൻ്റ് എടുത്തിട്ട് ആദ്യമായിട്ട് ഒരു മലയുടെ മുകളിൽ പോയി സ്റ്റേ ചെയ്യാൻ പോണേ. എങ്ങനെയുണ്ടെന്നൊരു പിടുത്തില്ല. മഴയൊന്നും ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. ജീപ്പ് ഗൈസ്, ഒരു ജീപ്പ് വരുന്നുണ്ട് അവിടെ നിന്ന്. അമ്മേ പുല്ലുവണ്ടി പൊക്കോളൂല്ലേ. ഓക്കെ, അങ്ങനെ അത് പോയി. ഇനി നമുക്ക് മുകളിൽ പോയി വ്യൂ പോയിന്റ്. ഇവിടെ വണ്ടി വയ്ക്കാൻ പറ്റില്ല, ഇവിടെ അത് കണ്ട താഴെ കാരണം നമ്മുടെ വണ്ടി ചിലപ്പോൾ താഴത്തേക്ക് പോകും. നമുക്ക് ഇനി മുകളിലേക്ക് പോകാം. ഇവിടെ വരുന്ന വഴി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ടാസ്ക്കാണ്, കുറച്ച് ടാസ്ക്. നമ്മുടെ അത്ര വലിയ ടാസ്ക്കൊന്നുമില്ല, നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ അത്രയും ടാസ്ക് ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് ഇനി മുകളിലത്തെ വ്യൂടും കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങി തിരിച്ച് വരാട്ടുമേട് കയറുന്നതായിരിക്കും. വരാട്ടുമേട് ഇത്തിരി ടാസ്ക്കാണ് കയറാനായിട്ട്. കഴിഞ്ഞിട്ട് അവിടെ പോയി ടെൻ്റ് അടിച്ച് ഇന്ന് നൈറ്റ് ഫുൾ അവിടെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മഴ പെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വരാട്ടുമേട് കയറുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ടയർ പിടിക്കില്ല, ചെളിയായിരിക്കും മൊത്തം. അപ്പോൾ കിടന്ന് തെഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. എൻ്റെ പൊന്നെ, അടിപൊളി വ്യൂല്ലേ. നമ്മുടെ ABS-ൻ്റെ ഫ്യൂസ് വേണമെങ്കിൽ ഊരിടായിരുന്നു. പാറയും ഏറ്റവും മലയുടെ ടോപ്പിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ സെറ്റായിരുന്നു. ഇതിലൂടെ കേട്ടോ, ഈ വഴിയിലൂടെയാണ് ആ വണ്ടി കയറി വന്നതിലെ സമ്മതിക്കണവരെ. കയറി വരുമ്പോൾ ഈ വഴി തന്നെ കയറി വരണം, വേറെ വഴികളൊന്നും ഇല്ല. ചേട്ടാ നിന്നെ ഞാൻ പെട്ടു.
ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ നോക്കണം, കാരണം നമ്മുടെ ബാക്കിലൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്, അത് ഉണ്ടോ നോക്കണം. ഓ വഴി നൈസായില്ലോ. പെട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഒരു വണ്ടി ഫ്രണ്ടിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി നിൽക്കും. നമ്മുടെ വണ്ടി കയറി പോകണമെങ്കിൽ കുഴപ്പമില്ല, കയറിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാണ്. കയറി വഴിയാട്ടോ. നമ്മുടെ ടയർ ഒരുവിധം വരുമോ? അവർ കയറി പോട്ടെ, അല്ലെങ്കിൽ ഞാൻ ബാക്കിൽ എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കും. അയ്യോ അപ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോയേനെ. ചേട്ടൻ കയറി വരുന്നുണ്ട്. അടികട്ടി സെറ്റ് വൈബ് വൈബ്. എന്താടാ കൈ പോയാ? അയ്യോ എന്ത് പറ്റി? നേരത്തെ വന്ന വണ്ടി പോയ പാടുകളാട്ടോ മുന്നിൽ, നമ്മുടെ മുന്നിൽ കാണുന്ന. അയ്യോ കുറേ നാൾ ഓഫ് റോഡൊന്നും പോകാത്ത കാരണം കൈയൊക്കെ കരച്ചു തുടങ്ങി. ഓ നമ്മൾ ഏതോ ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണെന്നോ എനിക്ക് വ്യൂ പോയിന്റ്. ഇവിടെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. ഓ പൊളിയല്ലേ. പുതുച്ചേൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തകർക്കും. അയ്യോ ഇപ്പോൾ കയ്യിൽ നിന്ന് വണ്ടി പോയാലേ. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയെന്നാണ് തോന്നണേ. പൊളി പൊളി പൊളി. നമ്മളൊരു വലിയൊരു മലയുടെ ടോപ്പിൽ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കണേ. വഴി കഴിഞ്ഞ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്ത നമ്മൾ ഇറങ്ങുന്ന അത്യാവശ്യം നല്ല രീതിക്ക് ടാസ്ക്. ഓ കോട വന്നു ഗൈസ്. ഓ പൊളി. ആദ്യം നമുക്ക് ഇവിടെ വണ്ടി വെക്കാം.
നൈസ് വഴിയില്ലേ, കിടുക്കാച്ചി വഴി. എൻ്റെ കൈയൊക്കെ കഴിച്ചു ചോന്ന് കൈ വണ്ടി പൊങ്ങിപ്പോയി. എൻ്റെ ഒന്നും കുറെ വണ്ടി പൊന്തി, എൻ്റെ കുറെ വട്ടം വണ്ടി പൊന്തി പോയി. ഇല്ലിഗലോ അല്ലേ? ഞാൻ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല. ഇങ്ങനെയും കാണട്ടത്. ആ കാണുന്നത് നമ്മുടെ ഇല്ലിഗലാണ്. നമ്മളെന്തായാലും ഒരു വട്ടം അവിടെ പോകുന്നതായിരിക്കും. പൊളി വൈബോട്ടോ. ഇവിടെ കുറച്ച് നേരത്തെ വന്നപ്പോൾ കോടയൊക്കെ കണ്ടു. വയനാട് ശരിക്കും മിസ്സാവും. നല്ല തണുത്ത കാറ്റ്. എന്താ അല്ലേ വ്യൂ. എത്ര വട്ടം കണ്ടാലും മടുക്കാത്തൊരു ഇതാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട്. എന്ന് വെച്ചാൽ മലകൾ. നമ്മുടെ എല്ലാ വീഡിയോയിലും നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് മലകളായിരിക്കും. ഒന്നുമില്ലെങ്കിൽ മലയുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഓഫ് റോഡ്, അങ്ങനെ റോഡ് ട്രിപ്പ് ആകെ നമ്മൾ 2-3 കുറച്ചടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ എത്ര എക്സ്പീരിയൻസ് ചെയ്താലും നമുക്ക് ഒരിക്കലും മടുപ്പ് വരാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അവിടെ തൊട്ട് ഇത്ര ദൂരം നമ്മൾ ഓടിച്ച് കയറി വന്ന് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ എത്ര മണിക്ക് വന്നത് ശരിക്കും? 9:30 വന്നു. ഇപ്പോൾ സമയം എത്രയായി? 12:30. അത്ര നേരം നമ്മൾ ഇവിടെ മലയുടെ മുകളിലൊക്കെ പോയി കുറേ വീഡിയോസും ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പോവല്ലേ. ഇനി ഞാൻ വളയ്ക്കാൻ എന്ത് ചെയ്യും? അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം വൈബാണ്. ഇടയ്ക്ക് ഇത്തിരി സീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചൂട് വരും, ഇടയ്ക്ക് തണുപ്പ് വരും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ചൂട് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരിക്കും. ഒരുമാതിരി ഇപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല തണുത്ത കാറ്റാണ്. കുറച്ച് നേരത്തെ മുന്നേ നല്ല ചൂടായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല ചൂട്. നമുക്കിനി ബാക്കി ഇവിടെ നിന്ന് ഇറങ്ങണ കാര്യങ്ങൾ നമുക്ക് കാണാം. കാരണം കയറിനേക്കാൾ കൂടുതൽ ടാസ്ക്കാണ് നമുക്ക് വണ്ടി ഇറങ്ങുമ്പോൾ. അത് ഇത്തിരി സീനാണ്. നന്നായി നോക്കി ഇറക്കണം, അല്ലെങ്കിൽ കല്ലുമ്പോൾ തെന്നി നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. കയറുമ്പോൾ നമുക്ക് ഒറ്റയടിക്കാണ്ട് കയറി വരാം, അത് വലിയ സീനില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കൈ വണ്ടിയിൽ നിന്ന് പോകും. എന്താ അല്ലേ വൈബ്. ഒരു വലിയൊരു മലയുടെ മേളിക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം എത്തി. ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴിയില്ല, വേണമെങ്കിൽ നടന്നു പോവാം. അപ്പുറത്തും ഇപ്പുറത്തും രണ്ടും നല്ല നല്ല അടിപൊളി മഴകളാണ്. അത്യാവശ്യമല്ല നല്ല വ്യൂ ആണ് ഇവിടെ. ഇനി കുറേ ഇറക്കങ്ങളുണ്ട്. അത് നമുക്ക് ഇത്തിരി ടാസ്ക്കാണ് ഇറങ്ങാനായിട്ട്. കാരണം ഫുള്ള് കല്ലായതുകൊണ്ട് ചെറുതായിട്ട് മഴ ആടി. നമ്മൾ പറഞ്ഞ വഴി എത്തി കേട്ടോ. ഈ നോക്കി ഇറക്കിയില്ലെങ്കിൽ തെന്നി കഴിഞ്ഞാൽ പോയി. അയ്യോ
മാറിക്കല്ല. അയ്യോ, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് ഇറക്കണം, അതാണ് സീൻ. ഓക്കെ, അങ്ങനെ അയ്യോ അങ്ങനെ അത് കഴിഞ്ഞു. ശരിക്കും കയറിയതിനേക്കാളും ഒടുക്കത്തെ പാടാണ് ഇറങ്ങാനായിട്ട് നമുക്ക്. അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. നല്ല ഫീലാട്ടോ ഇപ്പോൾ ഇവിടെ. നല്ല തണുത്ത കാറ്റ്. നേരത്തെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴയ്ക്കുള്ള ഒരു ചെറിയൊരു കോളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങാണ്. കാരണം ഈ മണ്ണിൽ മഴ കൂടി പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് തെന്നാൻ തുടങ്ങും. ഒന്നാമത് കുത്തനുള്ള ഇറക്കാം. നമ്മളപ്പോൾ പിടിച്ച ടയറൊക്കെ തെന്നിപ്പോവും. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ട്. അതാണ് നമ്മളിപ്പോൾ അപ്പം തന്നെ ഇറങ്ങിയത്. അല്ല നമ്മൾ ഈ സമയത്ത് ഇത്തിരി മഴയൊക്കെ കൊണ്ട് വൈബ് അടിച്ചിരുന്നേനെ. വൗ, എന്തായാലും എനിക്കൊന്ന് ഓടിക്കാം, അതായിരിക്കും നല്ലത്. ഏത് കൂടെ പോകണം? ഇതിൽ തന്നെ പോവല്ലേ? അവർ പൊക്കോട്ടെ അല്ലേ? അയ്യോ, പൊക്കോ പൊക്കോ പൊക്കോ, സുചേട്ടൻ പൊക്കോ. സുചേട്ടൻ പുല്ലൊക്കെ കൊണ്ടുപോകണ്ടല്ലോ വണ്ടിയുടെ ബാക്കിൽ. സുചേട്ടൻ പോണ വഴിയിലൂടെ പോകാം നമുക്ക്. അതാവുമ്പോൾ നമുക്ക് വഴി അത്യാവശ്യം മനസ്സിലാവും ഏതിലൂടെ പോകണം. ഓ, ടാസ്കേരിയ വഴി വന്നു. തെറ്റല്ലേ? മഴ പെയ്തോ? അയ്യോ, ഹൈറ്റുള്ള കാരണം വണ്ടി കയ്യിലിരിക്കുന്ന കാരണം കുഴപ്പമില്ല. പോട്ടെ 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 പോട്ടെ. ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ സീനില്ലാത്ത വഴികളാന്ന് തോന്നുന്നു. കുറച്ച് വലിയ ടാസ്ക് ഇല്ല. അയ്യോ, ഇതിൽ പോകാം, പെട്ടും. എങ്ങനെയല്ല ഇതിനകത്തൊക്കെ ഓഫ് റോഡ് ആണ് സമ്മതിക്കണം. ഇവന് സുബിച്ചേട്ടൻ പിന്നെ പ്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പ് വരുന്നത്. വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റേയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവർ വലിയ സെറ്റപ്പായിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇത്രയും ദൂരം കയറിയതിന് നഷ്ടമില്ല. അത്യാവശ്യം നമ്മൾ അവിടെ പോയിരുന്നിട്ട് അത്യാവശ്യം നല്ല വ്യൂവും കിട്ടി. അത്യാവശ്യം കുറേ വീഡിയോസ് എടുത്തു. എന്തായാലും മുതലിച്ചിട്ടുണ്ട് ഇത്രയും കയറി വന്നതിന്. അത്യാവശ്യം നല്ലൊരു കിടൽ ലൊക്കേഷൻ തന്നെയാണ്. അധികം അങ്ങനെ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നത്. കാരണം നമ്മളധികം വീഡിയോസൊന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ. പക്ഷേ ഇത് നൈസായി സ്ഥലം. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അത്യാവശ്യം വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓഫ് റോഡ് ചെയ്യണ പാർട്ട്, അടുത്ത സ്ഥലം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത വീഡിയോയുടെ പാർട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.